നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘർഷത്തിൽ ഇറാന്റെ സൈനിക ആണവ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരെയാണ് ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന രാജ്യത്തിനകത്തേക്ക് തന്നെ നുഴഞ്ഞുകയറി കൊലപ്പെടുത്തിയത്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയും തങ്ങളുടെ പരിധിക്ക് പുറത്തല്ലെന്ന ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കിയിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളുടെ റഡാറിൽ ആയത്തുള്ള അലി ഖമനേയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം, അല്ലെങ്കിൽ തങ്ങൾക്ക് വധിക്കാൻ വളരെ നിസ്സാരമാണ് എന്നുള്ള സൂചനയാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ ഇന്റലിജൻസ് മേധാവിയെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ ഖമനേയെ വധിക്കാനും ഇസ്രായേൽ പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ആയത്തുള്ള അലി ഖമനേ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കും, ഇനി പിന്നോട്ടില്ല എന്നുള്ള വാക്കുകളാണ് ഖമനേ ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇപ്പോൾ ഇസ്രായേലിന്റെ റഡാറിൽ തന്നെ ഖമനേയും ഉണ്ട് എന്നുള്ള സൂചനയാണ് തിരിച്ച് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഖമനേയെ വധിക്കാനുള്ള ശ്രമം തടഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും കൂടി റിപ്പോർട്ടുകളുണ്ട്. ഖമനേയെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഖമനേയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞു. ഇതിനോടകം തന്നെ പല ഉന്നത നേതാക്കളെയും ഇസ്രായേലിന്റെ മൊസാദ് വധിച്ചത് എങ്ങനെയാണെന്ന് കണ്ടതാണ്. എത്ര സുരക്ഷിതമെന്ന് ഒളിച്ചാലും അല്ലെങ്കിൽ വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടി നടന്നാലും അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടാണ് മൊസാദ് അവരെ എല്ലാം തന്നെ വകവരുത്തിയത്. ഇപ്പോൾ മാളത്തിലിരുന്ന് വെല്ലുവിളിക്കുന്ന ഖമനേയെയും കൊലപ്പെടുത്താൻ ഇസ്രായേലിലെ വളരെ നിസ്സാരമായിട്ടുള്ള സമയം മാത്രം മതി എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. US-ലെ ഫോക്സ് ടിവിയുമായുള്ള അഭിമുഖത്തിലാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിക്കും ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 14 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരെയും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ 9 ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു. ഇറാനെ ആക്രമിക്കും മുമ്പ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂൺ 15 ഞായറാഴ്ച നടന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ തങ്ങളുടെ പുതിയ തരം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രഹരശേഷിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് പുറത്ത് വരാനിരിക്കുന്നതേയുള്ളൂ. ഇറാൻ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് ലോകരാജ്യങ്ങളെയും അമ്പരിപ്പിച്ചിട്ടുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സംഭവം നിലനിൽപ്പിന് തന്നെ അപകടകരമായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ ഹമാസ് മുൻപ് നടത്തിയിരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ച് ലോകത്തിനു മുന്നിൽ വിസ്മയം സൃഷ്ടിച്ച ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആക്രമണ പരമ്പരയ്ക്ക് ഗാസിം ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് CNN ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മിസൈലുകൾക്ക് ഇസ്രായേലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ താഡിനെയും ഇസ്രായേൽ ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈൽ പ്രതിരോധങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ളതാണ്. അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരവേ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന അവകാശവും അതുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെയും പറഞ്ഞു. ഇറാനും ഇസ്രായേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ട്, അത് ഉണ്ടാക്കുമെന്നാണ് ട്രംപ് കുറിച്ചത്. മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീൽ ഉണ്ടാക്കാൻ തന്റെ ഇടപെടൽ വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. തന്റെ നേതൃത്വത്തിൽ സെർബിയ കൊസോവോ സംഘർഷം അവസാനിപ്പിച്ചെന്നും ട്രംപ് പറയുന്നു. നൈൽ നദീജല തർക്കത്തിൽ ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഈജിപ്തും എത്യോപ്യയുമാണ് മറ്റൊരു കേസ്.
നൈൽ നദിയുമായി ബന്ധപ്പെട്ട വലിയ അണക്കെട്ടിനെ ചൊല്ലിയുള്ള സംഘർഷം എന്റെ ഇടപെടൽ കാരണം ഇപ്പോൾ അവിടെ സമാധാനമുണ്ട്, അതങ്ങനെ തന്നെ തുടരുമെന്നാണ് ട്രംപ് കുറിച്ചത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരവധി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കും. നിരവധി ഫോൺ കോളുകളും കൂടിക്കാഴ്ചകളും നടക്കുന്നുവെന്നാണ് ട്രംപ് കുറിച്ചത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നിന്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല, കുഴപ്പമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ട്രംപ് കുറിച്ചത്. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവേ ഇറാനെതിരെ പരസ്യ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, എങ്കിലും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ കക്ഷി ചേരുകയോ ചെയ്യില്ലെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നതിലെ കടുത്ത ആശങ്കയിൽ ഇന്ത്യയുമുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ അറിയിക്കുന്നത്. ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമെന്ന ആശങ്കയിലാണ് ഇന്ത്യ. ഇറാൻ വ്യോമ മേഖല അടച്ചതുപോലും ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചിയോടും ഇക്കാര്യമാണ് പറഞ്ഞത്. സുഹൃത്ത് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് ചർച്ചകൾക്കുള്ള പിന്തുണ നൽകാൻ തയ്യാറാണെന്നും ഇന്ത്യ അറിയിച്ചു. G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നാളെ യാത്ര തിരിക്കും. ഉച്ചകോടിയിലും കൂടുതൽ ചർച്ച പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചാകും. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെ മോദി കാണാനിടയുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം തീർക്കണം എന്ന നിലപാട് ഇന്ത്യ അറിയിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന് ഇസ്രായേലിനെ പിണക്കാതെയും ഇറാനെ തള്ളാതെയും നിൽക്കുക എന്ന വെല്ലുവിളിയാണ് ഇന്ത്യക്കുള്ളത്. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ മകന്റെ വിവാഹവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. ടെലാവീവിന് വടക്കുള്ള ഒരു ആഡംബര ഫാമിൽ വെച്ചാണ് അവ്നർ നെതന്യാഹുവിന്റെയും പങ്കാളി അമത് യാഡിനയുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 3:30 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേലിലെ സൈനിക നടപടി ഉണ്ടായത്. ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം. ഇതിന് മറുപടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചിരുന്നു. സുരക്ഷ മുൻനിർത്തിയാണ് വിവാഹം മാറ്റിവെച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സൈനിക നീക്കം ശക്തമാക്കുന്നതിനിടെയുള്ള വിവാഹം വിമർശനത്തിനിടയാക്കിയിരുന്നെന്നും ദേശീയ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു. വിവാഹം വേദിക്ക് സമീപം പ്രതിഷേധക്കാർ പ്രകടനം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ലോക വ്യാപാരത്തെ തന്നെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിയൻ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നീക്കം എണ്ണവില കുതിച്ചുയരുന്നതിനും യുദ്ധം വ്യാപിക്കുന്നതിനും കാരണമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഇതോടെ പ്രകടമായ മാറ്റമുണ്ടാകും. റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചാൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന കൂടിയാണ് തരുന്നത്.